എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ അറിയാനും പ്രതികരിക്കാനും എന്ന പാഠഭാഗത്തെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പഠിച്ചു. അറിയാനും പ്രതികരിക്കാനും സഹായിക്കുന്നത് നാഡീവ്യവസ്ഥയാണ്. ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന കോശമായ ന്യൂറോണുകളെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം കൂടുതലായിട്ട് പഠിച്ചത്. ന്യൂറോണിലൂടെ അല്ലെങ്കിൽ ഒരു ആക്സോണിലൂടെ ആവേഗങ്ങൾ എങ്ങനെയാണ് കടന്നു പോകുന്നതെന്നും ന്യൂറോണുകൾ ചേർന്ന് വരുന്ന ഭാഗമായ സ്നാപ്സിലൂടെ ആവേഗങ്ങൾ കടന്നു പോകുന്നത് എങ്ങനെയെന്നുമെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ ആവേഗങ്ങളുടെ ദിശയ്ക്കനുസരിച്ച് ന്യൂറോണുകളെ അല്ലെങ്കിൽ നാഡീകോശങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് സംവേദ നാഡീകോശങ്ങൾ, മറ്റൊന്ന് പ്രേരക നാഡീകോശങ്ങൾ. നമ്മൾ പഠിച്ചത് ഇതാണ്. നാഡീകോശങ്ങളെ നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന് സംവേദ നാഡീകോശങ്ങൾ, മറ്റൊന്ന് പ്രേരക നാഡീകോശങ്ങൾ. എന്താണ് സംവേദ നാഡീകോശങ്ങൾ? നമ്മുടെ അവയവങ്ങളിൽ നിന്ന് തലച്ചോറ് അല്ലെങ്കിൽ സുഷുമ്നയിലേക്ക് ആവേഗങ്ങളെ കൊണ്ടുപോകുന്ന നാഡികളെയാണ് നമ്മൾ സംവേദ നാഡീകോശങ്ങൾ എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ ഉദാഹരണം ഓർമ്മയുണ്ടല്ലോ, നടന്നുപോയപ്പോൾ അറിയാതെ കാലിൽ ചൂട് പാത്രം തട്ടിയ കാര്യം അല്ലെ. അപ്പൊ കാലിലെ കോശങ്ങൾ, അവിടുത്തെ ഗ്രാഹി കോശങ്ങളാണ് ചൂട് എന്നുള്ള കാര്യം, ആ ഒരു ഉദ്ദീപനത്തെ തിരിച്ചറിഞ്ഞത്. ആ ആവേഗങ്ങളെ എന്റെ കാലിൽ നിന്ന് തലച്ചോറിലേക്ക് എത്തിച്ചു. അതായത് അവയവങ്ങളിൽ നിന്ന് തലച്ചോറിലേക്ക്, തലച്ചോറ് അല്ലെങ്കിൽ സുഷുമ്ന തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് ആവേഗങ്ങളെ കൊണ്ടുപോകുന്ന നാഡീകോശങ്ങളെയാണ് നമ്മൾ സംവേദ നാഡീകോശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും എന്തായിരിക്കും പ്രേരക നാഡീകോശങ്ങൾ? അതെ, തലച്ചോറിൽ നിന്നും സുഷുമ്നയിൽ നിന്നും ആവേഗങ്ങളെ അവയവങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന നാഡികളെയാണ് പ്രേരക നാഡീകോശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ തലച്ചോറ്, സുഷുമ്ന തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് ആവേഗങ്ങളെ കൊണ്ടുപോകുന്ന കോശങ്ങളെയാണ് നമ്മൾ പ്രേരക നാഡീകോശങ്ങൾ എന്ന് പറയുന്നത്. On the basis of the direction of impulse, neurons are classified into two: sensory neurons and motor neurons. Sensory neurons carry impulses from different organs to brain and spinal cord, and motor neurons carries impulses from brain and spinal cord to different organs. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചു കഴിഞ്ഞൊരു കാര്യമാണ് നാഡീവ്യവസ്ഥയുടെ ഭാഗങ്ങൾ എന്തൊക്കെയാണ് അല്ലെ. എന്തൊക്കെയായിരുന്നു നമുക്കൊന്ന് റീകോൾ ചെയ്ത് നോക്കാം. ഗ്രാഹികൾ, നാഡികൾ, സുഷുമ്ന, മസ്തിഷ്കം, അതായത് റിസപ്റ്റേഴ്സ്, നെർവ്സ്, സ്പൈനൽ കോർഡ് ആൻഡ് ബ്രെയിൻ. അതായത് നാഡീകോശം, ഗ്രാഹികൾ എന്ന് പറഞ്ഞാൽ പ്രത്യേക തരത്തിലുള്ള നാഡീകോശങ്ങളാണ് നമ്മൾ പഠിച്ചു അല്ലെ. ഇനി അതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നാഡികളാണ്. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നതും അതിനെ കുറിച്ചാണ്, നാഡികൾ അഥവാ നെർവ്സ്. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് വ്യത്യസ്ത തരം നാഡികളെ കുറിച്ചിട്ടാണ്, അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നെർവ്സ്. ന്യൂറോൺസ് അല്ലെങ്കിൽ നാഡീകോശങ്ങൾ രണ്ട് തരത്തിലുണ്ട്. ആവേഗങ്ങളുടെ സഞ്ചാര ദിശയ്ക്കനുസരിച്ച് ന്യൂറോണുകളെ രണ്ടായിട്ട് തിരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. സംവേദ ന്യൂറോണുകളും പ്രേരക ന്യൂറോണുകളും, അതായത് സെൻസറി ന്യൂറോൺസും മോട്ടോർ ന്യൂറോൺസും. അപ്പോൾ നാഡികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൂട്ടം ആക്സോണുകളെയാണ് നമ്മൾ ഇത് പറയുന്നത് നാഡി എന്ന് പറയുന്നത്. നാഡികൾ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആക്സോണുകളെയാണ് നമ്മൾ നാഡികൾ എന്ന് പറയുന്നത്. എ ഗ്രൂപ്പ് ഓഫ് ആക്സോൺ ഈസ് കാൾഡ് എ നെർവ്. ഇത് വയറിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു വയറാണ് അല്ലെ. ഇവിടെ നമ്മൾ ഒരു ചെമ്പുകമ്പി മാത്രമാണോ ഉപയോഗിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അതിന്റെ കപ്പാസിറ്റി എന്തായിരിക്കും നോക്കുക അല്ലെ. നമ്മളിവിടെ ഒരു കൂട്ടം കമ്പികളെയാണ് ഇവിടെ ഈ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഇൻസുലേഷൻ ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുപോലെ ഒരു കൂട്ടം ആക്സോണുകളെ ഒരു രോചക കല കൊണ്ട് പൊതിഞ്ഞു കാണുന്നതാണ് നാഡി എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് പാഠപുസ്തകത്തിലെ ഈ ചിത്രത്തെ ഒന്ന് നോക്കാം. നമ്മൾ ആദ്യമേ പഠിച്ച ഉദാഹരണം ഇതിൽ നമ്മൾ ഇതുപോലെയായിരുന്നു അല്ലെ. ധാരാളം ചെമ്പുകമ്പികളെ ഒരു ഇൻസുലേറ്റർ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു അല്ലെ. അപ്പം അതേപോലെ
ധാരാളം ആക്സോണുകളെ ഒരു യോജകല കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നതാണ് നാഡി എന്ന് പറഞ്ഞാൽ, അല്ലേ? നിങ്ങൾ പാഠപുസ്തകത്തിലെ ചിത്രം കണ്ടു കാണും. ഇത്തരത്തിൽ ധാരാളം എണ്ണങ്ങളെ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ടാണ് ഒരു നാഡി. നാഡികളെ അവയുടെ ധർമ്മത്തിനനുസരിച്ച് നമ്മൾ 3ആയിട്ട് തിരിക്കുന്നു. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് വ്യത്യസ്ത തരം നാഡികളെന്ന്. ഒന്ന് സംവേദ നാഡി അഥവാ സെൻസറി നെർവ്സ്. സെൻസറി ന്യൂറോൺസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ച ഓർമ്മയുണ്ടല്ലോ. അവയവങ്ങളുടെ ദിശ എങ്ങനെയാണ്? അവയവങ്ങളിൽ നിന്ന് തലച്ചോറ് അല്ലെങ്കിൽ സുഷുമ്നയിലേക്കാണ്, അല്ലെ? അപ്പൊ സെൻസറി ന്യൂറോൺസുകൾ കൊണ്ടാണ് നാഡി നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ അത്തരം നാഡികളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സംവേദ നാഡി എന്ന് പറയുന്നത്. ഈ സംവേദ നാഡിയുടെയും ധർമ്മം എന്ത് തന്നെയായിരിക്കും? അവയവങ്ങളിൽ നിന്ന് ആവേഗങ്ങളെ തലച്ചോറിലേക്ക് കൊണ്ടുപോകുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയൂ, പ്രേരക നാഡി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രേരക ന്യൂറോണുകളെ അല്ലെങ്കിൽ മോട്ടോർ ന്യൂറോൺസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന നാഡികളെയാണ് നമ്മൾ പ്രേരക നാഡി അഥവാ മോട്ടോർ നെർവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മോട്ടോർ നെർവ്സിന്റെ ഫംഗ്ഷൻ നിങ്ങൾക്കറിയാം. എന്താണ്? തലച്ചോറിൽ നിന്നും സുഷുമ്നയിൽ നിന്നും ആവയവങ്ങളെ വിവിധ അവയവങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് മോട്ടോർ ന്യൂറോൺസിന്റെ ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ ആ മോട്ടോർ ന്യൂറോൺസ് കൊണ്ട് നിർമ്മിതമായ മോട്ടോർ നെർവ്സ് അഥവാ പ്രേരക നാഡിയുടെ ഫംഗ്ഷൻ എന്തായിരിക്കും? അതെ, തലച്ചോറിൽ നിന്നും സുഷുമ്നയിൽ നിന്നും ആവയവങ്ങളെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? സമ്മിശ്ര നാഡി. 2 തരം ന്യൂറോണുകളും, അതായത് സെൻസറി ന്യൂറോണുകളും മോട്ടോർ ന്യൂറോണുകളും, 2 തരത്തിലുള്ള ന്യൂറോണുകളും കൊണ്ടാണ് നാഡി നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ അത്തരം നാഡികളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സമ്മിശ്ര നാഡി എന്ന് വിളിക്കുന്നത്. അപ്പൊ തീർച്ചയായും അതിന്റെ ധർമ്മം എന്തായിരിക്കും? അത് 2 തരത്തിലുള്ള ജോലിയും ചെയ്യും, അല്ലെ? അതിന് 2 ദിശയിലേക്കും ആവയവങ്ങളെ കൊണ്ടുപോകും. അതായത് സെൻസറി ന്യൂറോൺസുകൾ എന്ത് ചെയ്യും? അവയവങ്ങളിൽ നിന്ന് തലച്ചോറിലേക്ക് ആവയവങ്ങളെ കൊണ്ടുപോകുന്നു. മോട്ടോർ ന്യൂറോൺസ് തലച്ചോറിൽ നിന്ന് അവയവങ്ങളിലേക്ക് ആവയവങ്ങളെ കൊണ്ടുപോകും. അപ്പൊ 2 ദിശയിലേക്കുമുള്ള ആവേഗങ്ങളുടെ സഞ്ചാരം സാധ്യമാക്കുന്ന ന്യൂറോണുകളാണ് സമ്മിശ്ര നാഡി അഥവാ മിക്സഡ് നെർവ്സ്. തലച്ചോറ്, സുഷുമ്ന എന്നിവയിൽ നിന്ന് അവയവങ്ങളിലേക്കും തിരിച്ചു, അതായത് അവയവങ്ങളിൽ നിന്ന് തലച്ചോറിലേക്കും സുഷുമ്നയിലേക്കുമുള്ള അവയവങ്ങളെ കൊണ്ടുപോകുന്ന നാഡികളാണ് സമ്മിശ്ര നാഡികൾ. വിവിധ ശരീരഭാഗങ്ങളിൽ നിന്ന് തലച്ചോറ്, സുഷുമ്ന എന്നിവയിലേക്ക് അവയവങ്ങളെ കൊണ്ടുപോകുന്ന നാഡിയാണ് സംവേദ നാഡി. The nerve that carry impulses from different parts of the body to brain and spinal cord is called sensory nerves. സെൻസറി നെർവ് എന്ന് പറഞ്ഞാൽ അത് സെൻസറി ന്യൂറോൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സംവേദ നാഡി എന്ന് പറഞ്ഞാൽ അത് സംവേദ ന്യൂറോൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. They carry impulses from different parts of the body to brain and spinal cord. The second type of nerve is called motor nerves. അതായത് പ്രേരക നാഡി. പ്രേരക നാഡി തലച്ചോറിൽ നിന്നും സുഷുമ്നയിൽ നിന്നും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവയവങ്ങളെ കൊണ്ടുപോകുന്നു. Motor nerves carry impulses from brain and spinal cord to different parts of body. പ്രേരക നാഡി നിർമ്മിച്ചിരിക്കുന്നത് പ്രേരക ന്യൂറോണുകൾ കൊണ്ടാണ്. Motor nerve is made up of motor neurons. മൂന്നാമത്തെ നാഡി എന്ന് പറയുന്നത് സമ്മിശ്ര നാഡി. അത് മസ്തിഷ്കം, സുഷുമ്ന എന്നിവയിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും വിവിധ ശരീരഭാഗങ്ങളിൽ നിന്ന് മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും അവയവങ്ങളെ കൊണ്ടുവരുന്നു. അതായത് 2 ദിശകളിലേക്കും, തലച്ചോറിൽ നിന്നും അവയവങ്ങളിലേക്കും അവയവങ്ങളെ കൊണ്ടുപോകുന്നു, അതുപോലെ അവയവങ്ങളിൽ നിന്ന് തലച്ചോറിലേക്കും അവയവങ്ങളെ കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ സമ്മിശ്ര നാഡി നിർമ്മിച്ചിരിക്കുന്നത് 2 തരത്തിലുള്ള ന്യൂറോണുകളും കൊണ്ടാണ്. അതായത് പ്രേരക ന്യൂറോണുകളും സംവേദ ന്യൂറോണുകളും. 2 തരത്തിലുള്ള ന്യൂറോണുകളും ചേർന്നിട്ടാണ്, അതായത് സംവേദ ന്യൂറോണുകളും പ്രേരക ന്യൂറോണുകളും ചേർന്നിട്ടാണ് സമ്മിശ്ര നാഡി രൂപം കൊണ്ടിരിക്കുന്നത്. The third nerve is mixed nerve. Mixed nerve carries impulses from brain and spinal cord to different parts of the body. At the same time, from different parts of the body to brain and spinal cord. That is, mixed nerve carry impulses to and from spinal cord. Mixed nerve carry impulses to and from spinal cord. അതായത്
സമ്മിശ്ര നാഡി ഇരു ദിശകളിലേക്കും ആവേഗങ്ങളെ കൊണ്ടുപോകും. തലച്ചോറിൽ നിന്നും തലച്ചോറിലേക്കും ആവേഗങ്ങളെ കൊണ്ടുപോകും. The mixed nerves are composed of sensory neurons and motor neurons. Two type neurons are seen in mixed nerves. So they can carry impulses to and from spinal cord. രണ്ട് തരത്തിലുള്ള നാഡീകോശങ്ങളും അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള ന്യൂറോണുകൾ, സെൻസറി ന്യൂറോണുകളും മോട്ടോർ ന്യൂറോണുകളും, രണ്ട് തരത്തിലുള്ള ന്യൂറോണുകളും ചേർന്നിട്ടാണ് മിക്സഡ് നെർവ്സ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് മിക്സഡ് നെർവ്സിന് എന്ത് സാധിക്കുന്നത്? ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും ഡിഫറെന്റ് ബോഡി പാർട്സിലേക്കും ഡിഫറെന്റ് ബോഡി പാർട്സിൽ നിന്ന് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിലേക്കും ആവേഗങ്ങളെ അല്ലെങ്കിൽ ഇമ്പൾസിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. മിക്സഡ് നെർവ്സ് ക്യാരീസ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം സ്പൈനൽ കോഡ്. 3 തരത്തിലുള്ള നാഡികളും അവയുടെ ധർമ്മങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നാഡി വ്യവസ്ഥയെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുകയാണ്. ഒന്ന് കേന്ദ്ര നാഡീ വ്യവസ്ഥയും മറ്റൊന്ന് പെരിഫറൽ നാഡീ വ്യവസ്ഥയും. പേര് സൂചിപ്പിക്കും പ്രകാരം തന്നെ നമ്മുടെ ശരീരത്തിന്റെ സെൻട്രലായിട്ട് അല്ലെങ്കിൽ കേന്ദ്രഭാഗത്തായിട്ട് അല്ലെങ്കിൽ ഏകദേശം നടുക്കായിട്ട് വരുന്ന നാഡീവ്യവസ്ഥയുടെ ഭാഗങ്ങളായ മസ്തിഷ്കത്തിനെയും സുഷുമ്നയെയും ചേർത്താണ് നമ്മൾ കേന്ദ്ര നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്. ഇനി തലച്ചോറിൽ നിന്ന് പുറപ്പെടുന്ന നാഡികൾ, അവയെ നമ്മൾ ശിരോനാഡികൾ എന്ന് വിളിക്കുന്നു. 12 ജോഡിയുണ്ട്. സുഷുമ്നയിൽ നിന്ന് പുറപ്പെടുന്ന നാഡികൾ, അവയെ നമ്മൾ സുഷുമ്നാ നാഡികൾ എന്ന് പറയും. അത് 31 ജോഡിയുണ്ട്. അപ്പൊ ശിരോനാഡികളെയും സുഷുമ്നാ നാഡികളെയും ചേർത്താണ് നമ്മൾ പെരിഫറൽ നാഡീ വ്യവസ്ഥ എന്ന് പറയുന്നത്. പെരിഫറൽ എന്ന് വെച്ചാൽ നമ്മൾ ഉപരിഭാഗം, ഉപരിവൃദ്ധി എന്നൊക്കെ പറയുന്ന പോലെ പുറത്തേക്കുള്ളത്. മറ്റേത് സെൻട്രൽ, കേന്ദ്ര നാഡീ വ്യവസ്ഥ. അപ്പോൾ നാഡീ വ്യവസ്ഥയെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നു, കേന്ദ്ര നാഡീ വ്യവസ്ഥയെന്നും പെരിഫറൽ നാഡീ വ്യവസ്ഥയും. അപ്പോൾ നമ്മൾ പഠിച്ചതാണ് നാഡീവ്യവസ്ഥ. നാഡീവ്യവസ്ഥയെ നമ്മൾ കേന്ദ്ര നാഡീവ്യവസ്ഥയെന്നും പെരിഫറൽ നാഡീവ്യവസ്ഥയെന്നും രണ്ടായിട്ട് തിരിക്കുന്നു. അതിൽ കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ വരുന്നത് തലച്ചോറും സുഷുമ്നയുമാണ്. പെരിഫറൽ നാഡീവ്യവസ്ഥയിൽ വരുന്നത് ശിരോനാഡികളും സുഷുമ്നാ നാഡികളുമാണ്. ശിരോനാഡികൾ 12 ജോഡിയുണ്ട്, അതായത് തലച്ചോറിൽ നിന്നും പുറപ്പെടുന്ന നാഡികൾ. സുഷുമ്നാ നാഡികൾ 31 ജോഡികളുണ്ട്, സുഷുമ്നയിൽ നിന്ന് പുറപ്പെടുന്ന നാഡികൾ. അപ്പൊ സുഷുമ്നാ നാഡികളും ശിരോനാഡികളും ചേർന്നാണ് പെരിഫറൽ നാഡീവ്യവസ്ഥ രൂപം കൊള്ളുന്നത്. The nervous system consists of 2 parts, central nervous system and peripheral nervous system. The parts of central nervous systems are brain and spinal cord. The parts of peripheral nervous systems are cranial nerves and spinal nerves. The nerves that originate from brain is called cranial nerves. There are 12 pairs of cranial nerves. The nerves that originate from spinal cord is called spinal nerves. 31 pairs of spinal nerves are present in our body. അപ്പോൾ നാഡീവ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ബ്രെയിൻ അഥവാ മസ്തിഷ്കത്തെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുമ്പോൾ തന്നെ അത് അതേപോലെ സംരക്ഷിച്ചിട്ടുണ്ടാവും, അല്ലെ? നിങ്ങൾക്കറിയാം എങ്ങനെയാണ് തലച്ചോറ് അഥവാ ബ്രെയിൻ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെ? തലയോട് എന്ന് പറയുന്ന ഒരു അസ്ഥി അറയ്ക്കുള്ളിലാണ് നമ്മുടെ തലച്ചോറ് സ്ഥിതി ചെയ്യുന്നത്. ദൈവം തന്നെ നമുക്കൊരു ഹെൽമെറ്റ് ഒക്കെ തന്നാണ് വിട്ടിരിക്കുന്നത്, അല്ലെ? ഇനി തലയോടിനുള്ളിൽ തലച്ചോറ് ചുമ്മാ അങ്ങ് എടുത്ത് വെച്ചേക്കുകയല്ല. നമ്മൾ ഈ സ്വർണ്ണമൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, അല്ലെ? വില കൂടിയ സാധനങ്ങളൊക്കെ അങ്ങനെയാണ്. ഒരു പെട്ടിക്കകത്ത് വെക്കുന്നതിന് മുമ്പ് ഒരു ചുമന്ന കടലാസിലൊക്കെ പൊതിഞ്ഞിട്ടാണ് സ്വർണം വെക്കുന്നത്. എന്ന് പറയുന്നത് പോലെ നമ്മുടെ ബ്രെയിനും ഒന്ന് പൊതിഞ്ഞിട്ടാണ് ഈ തലയോടിനുള്ളിൽ വെച്ചിരിക്കുന്നത്. പൊതിയാൻ ഉപയോഗിച്ചിരിക്കുന്ന ആ മെംബ്രെയിൻ, നമ്മുടെ മനുഷ്യ ശരീരമായതുകൊണ്ട് പൊതിയാൻ ഉപയോഗിച്ചിരിക്കുന്ന സ്ഥലമായിരിക്കും, അല്ലെ? മെംബ്രെയിൻ കൊണ്ടായിരിക്കും പൊതിഞ്ഞിരിക്കുന്നത്. ആ തലച്ചോറ് പൊതിഞ്ഞിരിക്കുന്ന ആ ആവരണത്തെ മെനിഞ്ചസ് എന്നാണ് നമ്മൾ പറയുന്നത്. മെനിഞ്ചസ്. അപ്പോൾ നമുക്ക് തലയുടെ സംരക്ഷണം ആദ്യം മുതൽ പറഞ്ഞു നോക്കാം. ഏറ്റവും ആദ്യത്തെ ഏറ്റവും പുറമേ കാണുന്ന സംരക്ഷണം എന്താണ്? തലയോട് അഥവാ സ്കൾ. തലയോട് അഥവാ സ്കൾ എന്ന് പറയുന്ന ഒരു അസ്ഥി അറയ്ക്കുള്ളിലാണ് നമ്മുടെ തലച്ചോറ് സ്ഥിതി ചെയ്യുന്നത്. തലച്ചോറിനെ
ഒന്ന് പൊതിഞ്ഞാണ് ഈ അസ്ഥിയറയ്ക്കുള്ളിൽ വെച്ചിരിക്കുന്നത്. അങ്ങനെ പൊതിയാൻ ഉപയോഗിച്ചിരിക്കുന്ന ആ മെമ്പറൈന്റെ അല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ പേരാണ് മെനിഞ്ചസ്. ഈ മെനിഞ്ചസിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഇത് വെറും ഒരു ഒറ്റപ്പാളി പൊതിച്ചിലല്ല, 3 അടുക്കുകൾ അല്ലെങ്കിൽ 3 ലെയറുകളുണ്ട് ഈ മെനിഞ്ചസിൽ. ഇങ്ങനെ 3 അടുക്കുകൾ, 3 ലെയറുകൾ അല്ലെങ്കിൽ 3 പാളികളുണ്ട് മെനിഞ്ചസിൽ. ഇത് കൂടാണ്ട് ഈ 2 സംരക്ഷണവും കൂടാണ്ട് മറ്റൊരു തരത്തിലുള്ള സംരക്ഷണം കൂടെ തലച്ചോറിനുണ്ട്. അതായത് ഈ മെനിഞ്ചസിന്റെ ആന്തരപാളികൾക്കിടയ്ക്ക്, ഇതാണ് നമ്മുടെ തലയോടിനുള്ളിൽ മെനിഞ്ചസിന് 3 പാളികൾ. അതിന്റെ ആന്തരപാളികൾ എന്ന് പറയുമ്പോൾ ഏതാണ്? ഇത് രണ്ടുമാണ് അതിന്റെ ആന്തരപാളികൾ. അപ്പൊ മെനിഞ്ചസിന്റെ ആന്തരപാളികൾക്കിടയ്ക്ക് ഒരു ദ്രാവകം നിറഞ്ഞിരിപ്പുണ്ട്. മെനിഞ്ചസിന്റെ ആന്തരപാളികൾക്കിടയ്ക്ക് ഒരു ദ്രാവകം നിറഞ്ഞിരിപ്പുണ്ട്. ഈ ദ്രാവകത്തിന് പറയുന്ന പേരാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് കാണുന്നത് മെനിഞ്ചസിന്റെ ആന്തരപാളികൾക്കിടയ്ക്ക് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് കാണും. ഇനി മറ്റൊരു സ്ഥലത്തൂടെ കാണുന്നുണ്ട് സെറിബ്രൽ വെൻട്രിക്കിൾ അല്ലെങ്കിൽ തലച്ചോറിലെ അറകൾ. നമുക്ക് പടത്തിൽ കാണാം. തലച്ചോറിലെ അറകൾ അഥവാ സെറിബ്രൽ വെൻട്രിക്കിളിലും എന്ത് കാണുന്നുണ്ട്? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് കാണുന്നു. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിനെ കുറിച്ച് ഒത്തിരിയും കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പക്ഷെ അതൊക്കെ വലിയ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പഠിക്കാം. ഇപ്പോൾ നമ്മുടെ പാഠപുസ്തകത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അപ്പൊ ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ടാകുന്നത് രക്തത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ രക്തത്തിനകത്തേക്ക് തിരിച്ചു പോവുകയും രക്തത്തിൽ നിന്ന് ഉണ്ടാവുകയും രക്തത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു ദ്രാവകമാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. ഇത് മെനിഞ്ചസിന്റെ ആന്തരപാളികൾക്കിടയ്ക്കും സെറിബ്രൽ വെൻട്രിക്കിളിലും കാണുന്നു. അപ്പോൾ എന്തിനാണ് തലച്ചോറിനെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഈ സ്തരപാളികൾക്കിടയ്ക്ക് ഇങ്ങനൊരു ദ്രാവകം വെച്ചിരിക്കുന്നത്? ഈ സെറിബ്രോസ്പൈനൽ ദ്രാവകത്തിന് 3 ധർമ്മങ്ങളാണുള്ളത്. ഒന്ന്, മസ്തിഷ്കത്തിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും കൊടുക്കുക. രക്തത്തിൽ നിന്നാണ് ഊറി ഇറങ്ങി വരുന്നതെന്ന് പറഞ്ഞു അല്ലെ. രക്തത്തിലെ പോഷകങ്ങളുമായിട്ടാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ദ്രാവകത്തിന്റെ വരവ്. അപ്പൊ ആ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൽ നിന്ന് മസ്തിഷ്ക കലകൾ ഓക്സിജനും പോഷണവും എടുക്കുന്നു. രണ്ടാമത്തെ ധർമ്മം തലച്ചോറിനകത്ത് മസ്തിഷ്കത്തിനകത്തെ മർദ്ദം ക്രമീകരിക്കുന്നു, പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നു. മൂന്നാമത്തെ ധർമ്മം എന്ന് പറഞ്ഞാൽ ബാഹ്യ ആഘാതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു, പ്രൊട്ടക്ട് ഫ്രം എക്സ്റ്റേണൽ ഷോക്സ്. നമ്മൾ പെരികാർഡിയവും റൂറൽ ഫ്ലൂയിഡും ഒക്കെ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. ഒരിക്കൽ കൂടി നമുക്ക് ആ ഉദാഹരണം ഒന്ന് പറഞ്ഞു നോക്കാം. നമ്മൾ 2 ഗ്ലാസ് എടുക്കുന്നു, 2 ഗ്ലാസ്സിലും ഓരോ മുട്ട വയ്ക്കുന്നു, ഒരു ഗ്ലാസ്സിൽ മാത്രം വെള്ളം ഒഴിക്കുന്നു. 2 ഗ്ലാസ് നമ്മൾ ഒരേപോലെ കുലുക്കുകയാണ് അല്ലെ. ഏത് മുട്ടയായിരിക്കും ആദ്യം പൊട്ടുന്നത്? വെള്ളമില്ലാത്ത ഗ്ലാസ്സിലെ മുട്ടയാണ് പൊട്ടുന്നത്. കാരണം അവിടെ ആഘാതങ്ങളെ തടുത്തു നിർത്താൻ ഫ്ലൂയിഡ് ഇല്ല. വെള്ളം ഒഴിച്ച ഗ്ലാസ്സിൽ ആഘാതത്തിനെ ഒരു പരിധിവരെ ദ്രാവകം തടഞ്ഞു നിർത്തുന്നു അല്ലെ. അപ്പൊ ഇതുപോലെയാണ് ഈ ദ്രാവകം മെനിഞ്ചസിലെ സരപാളികൾക്കിടയ്ക്ക് ദ്രാവകം ഉള്ളത് കൊണ്ട് ബാഹ്യ ആഘാതങ്ങളെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ സാധിക്കും. അപ്പോൾ നമ്മൾ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം ഇതുവരെ പഠിച്ചു കഴിഞ്ഞു. ഒന്ന്, മസ്തിഷ്കം എങ്ങനെയെല്ലാം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു നോക്കാം. നമുക്ക് ഉത്തരം എങ്ങനെയെല്ലാമാണ് മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്? തലയോട് അഥവാ സ്കൾ എന്ന അസ്ഥിയറയ്ക്കുള്ളിൽ മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് 3 പാളികളോട് കൂടിയ മെനിഞ്ചസ് എന്ന സ്ഥലപാളിയുണ്ട്. മെനിഞ്ചസിലെ ആന്തരപാളികൾക്കിടയ്ക്ക് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന ദ്രവം കാണുന്നു. മെനിഞ്ചസും സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡും ബാഹ്യ ആഘാതങ്ങളിൽ നിന്ന് തലച്ചോറിനെ സംരക്ഷിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്ന സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എങ്ങനെ ഉണ്ടാകുന്നു? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിന്റെ ധർമ്മങ്ങൾ ഉണ്ടല്ല. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എവിടെയെല്ലാം കാണപ്പെടുന്നു? അപ്പൊ രക്തത്തിൽ നിന്ന് ഉണ്ടായി വരികയും രക്തത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യുന്ന ദ്രാവകമാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. ഇത് തലച്ചോറില് മെനിഞ്ചസിന്റെ സരപാളികൾക്കിടയ്ക്കും മസ്തിഷ്ക അറകളിലും കാണപ്പെടും.
ഇനി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ സുഷുമ്നയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും സുഷുമ്നയിലും ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്. അത് നമുക്ക് അപ്പോൾ പഠിക്കാം. തലച്ചോറിലെ മെനിഞ്ചസിലെ തലപാടികൾക്കിടയ്ക്കും സെറിബ്രൽ വെൻട്രിക്കിളിനകത്തും എന്തുണ്ട്? സെറിബ്രോസ്പൈനൽ ദ്രാവകമുണ്ട്. ഇനി എന്തൊക്കെയാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിന്റെ ധർമ്മങ്ങൾ? മസ്തിഷ്ക കലകൾക്ക് ഓക്സിജനും പോഷണവും കൊടുക്കുക, മസ്തിഷ്കത്തിനകത്തെ മർദ്ദം അഥവാ പ്രഷർ ക്രമീകരിക്കുക, മസ്തിഷ്ക കലകളെ ബാഹ്യാഘാതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക.